മോർണിംഗ്. അപ്പോൾ ഡേ 2 ആണ് കേട്ടോ. ഡേ 2 നമ്മൾ റെഡി ആയിട്ട് കുടജാതിരി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജുഗുന ഉറങ്ങാണ്. ജുഗുന ഉറക്കത്തിൽ തന്നെ എടുത്തു കൊണ്ടുപോകും. അവിടെ അമ്മ അച്ഛനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് മോർണിംഗ് കുടജാതിരി പോകുന്നതാണ്. ഫിക്സഡ് ടൈമൊന്നും 6-7 എന്നൊക്കെ വിചാരിച്ചു. 7 ആവണേയുള്ളൂ. പക്ഷെ നമ്മൾ റെഡിയായി ചെറിയായിട്ട് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ അതിന് മുമ്പ് വെറുതെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു റൂമിലേക്ക് ചായ ഓർഡർ ചെയ്തിരിക്കാനുണ്ട്. അപ്പുറത്തെ റൂമിൽ അച്ഛനും അമ്മയൊക്കെ ചായ കുടിക്കുന്നുണ്ട്. ജുഗുനും എണീറ്റിട്ടില്ല. ജുഗുനും അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. നേരം പരപരാ വെളുക്കണേ ഉള്ളൂ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഉച്ചയാവില്ലേ വരുമ്പോൾ, അപ്പം അതുകൊണ്ടാണ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്നാണ് വിചാരിച്ചു. ഒരുപാട് കഴിക്കാനായിട്ട് ദൂരം നടന്ന് പോയി കഴിക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇവിടുന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനും അച്ഛനും സൂര്യചേട്ടനൊക്കെ ദോശയാണ് പറഞ്ഞത്. അമ്മ ഇഡ്ഡലിയാണ്. ജുഗുനു പിന്നെ എണീറ്റിട്ടില്ല. അപ്പോൾ അവൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല കേട്ടോ. ഉറക്കത്തിൽ തന്നെയാണ്. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂമിൽ പോയി ഒന്ന് അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോഴേക്കും ജുഗുനുവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ജുഗുനുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഇറങ്ങി. ജീപ്പ് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് ജീപ്പ് നേരത്തെ ബുക്ക് ചെയ്തൊന്നും വെക്കേണ്ട. ആ സമയത്ത് തന്നെ വിളിക്കാം. ഈ ഓട്ടോറിക്ഷ ഒക്കെ വിളിക്കണ പോലെ. അങ്ങനെ നമ്മൾ ജീപ്പ് എടുത്ത് പോന്നിരിക്കുകയാണ്. നോർമലി 8 പേർക്ക് ഒരു ജീപ്പിൽ കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 450 ഒക്കെ റേറ്റാണ് വരിക. നമ്മളിപ്പോൾ 4 പേര്, ഞങ്ങൾ 4 പേര് മാത്രമായിട്ട് ഒരു ജീപ്പ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സൗകര്യം ഉണ്ടല്ലോ. നമ്മുടെ സമയത്തിന് കയറി ഇറങ്ങിയാലൊക്കെ മതിയല്ലോ. ജുഗുനും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സൗകര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ എടുത്തത് കേട്ടോ. ചില ആൾക്കാർ നമുക്ക് നമ്മുടെ കൂടെ 8 പേരില്ലെങ്കിലും വേറെ ഫാമിലിയും ഒക്കെ ഒരുമിച്ച് പോവാം. അങ്ങനെ പോണതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് ഈ വണ്ടി നിർത്തും. ഒന്ന് ഫ്രഷ് ആവാൻ വേണമെങ്കിൽ കോഫി കുടിക്കണമെങ്കിൽ കോഫി കുടിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് നിർത്തും. അപ്പം നമ്മൾ ആ രാവിലത്തെ നേരം ഇങ്ങനെ ജീപ്പിൽ പോകണ കാരണം കൊണ്ട് നല്ല കാറ്റടിച്ച് നല്ലോണം തണുക്കുണ്ടായിരുന്നു. അപ്പോൾ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും ജുഗുനും ഓരോ ജാക്കറ്റ് വാങ്ങി. അത് മാത്രമേ ഉണ്ടായുള്ളൂ. കോഫി നമ്മൾ ഓൾറെഡി കുടിച്ചിട്ട് അപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വേറെ കോഫി ഒന്നും കുടിച്ചില്ല. പിന്നെ നമുക്കൊരു അബദ്ധം പറ്റിയത് വെള്ളം മേടിക്കായിരുന്നു. വെള്ളം ഇനി അതൊക്കെ കൊണ്ട് കയറണ്ടേ വെച്ചിട്ട് വെള്ളമൊന്നും എടുത്തില്ല. പക്ഷെ അത് കുറച്ച് അബദ്ധമായി. ഇവിടെ നിന്നെങ്കിലും വെള്ളം വാങ്ങിച്ചിട്ട് പോവായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ യാത്ര തുടരുകയാണ് കേട്ടോ. How is it, Jugunu? Jugunu, how is it? Good. It's good. Yeah, it's nice. It's funny, right? Yeah. Yay! Apa itu? Tercipu enjoy the most. Oh, we are on the verge of Paka. You can't get so. It's collision between 2 jeeps. The road driver is just showcasing his extra skills of the driving. We are going reverse again. Oh, that went that way. We are going this way. Oh my God. Yeah. Okay. Oh, hold on. Help me. No, there is no help here.
How beautiful, isn't it? Yeah. Yes. അങ്ങനെ 9 കിലോമീറ്റേഴ്സ് ട്രക്കിങ്ങിന് ശേഷം നമ്മൾ കുടജാദ്രിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു വാഷ്റൂം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ അവിടെ പോകാം, കാരണം അത്രയ്ക്ക് വൃത്തിയാണ്. ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അമ്പലമുണ്ട്, ഒരു ദുർഗാ ഭഗവതിയുടെ അമ്പലമാണ് കേട്ടോ. അവിടെ നമുക്ക് കയറി തൊഴാം. ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിട്ടിട്ട് വേണം തൊഴാൻ. ശരിക്കും ഒരു അമ്പലത്തിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. അവിടെ നിന്ന് പ്രസാദം കിട്ടും, വഴിപാടൊക്കെ കഴിക്കണമെങ്കിൽ വഴിപാടൊക്കെ കഴിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറ്റം കയറാൻ വേണ്ടി തുടങ്ങാം. നമ്മുടെ ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയ സ്ഥലത്തേക്ക് നമുക്ക് കയറാം. അങ്ങനെ ഞങ്ങൾ കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ട്, ജുഗുനും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കയറുകയാണ്. ജുഗുനുവിനെ കുറച്ചൊക്കെ എടുത്തു, പക്ഷെ അവൻ കൂടുതലും അവൻ നടക്കുകയാണ് ചെയ്തത്. അതിന് അവനെ സമ്മതിക്കുക തന്നെ വേണം. ആകെ ചെറിയൊരു പ്രശ്നം ഉണ്ടായത്, നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് ദാഹിച്ചു കഴിഞ്ഞാൽ കുടിക്കാൻ ഒന്നുമില്ല. മുകളിലെത്തിയാലും ഒരു സംഭവം കിട്ടില്ല. ഇപ്പോൾ ജുഗുനുവിനൊക്കെ നല്ലോണം ദാഹിക്കുന്നുണ്ടായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മുകളിലെത്തിയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കുകയാണ് ചെയ്തത്. അത് മാത്രമാണ് പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾ ഓറഞ്ചൊക്കെ കയ്യിൽ കരുതിയിരുന്നു കേട്ടോ. അതൊക്കെ അവിടെ ഇരുന്ന് കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ വെള്ളം മാത്രം എടുത്തില്ല. വെള്ളമാണ് അത്യാവശ്യം, വേറെ ഒന്നും എടുത്തില്ലെങ്കിലും വെള്ളം കൊണ്ട് വേണം പോവാൻ. ഞങ്ങളിതേ മുകളിലെത്തിയിട്ടോ. നല്ല വെയിലായിരുന്നു. മുകളിലെത്തിപ്പിക്കും നല്ല വഴിയിലൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. കാരണം നമ്മളൊരു 7:30-8 ആവാറായിട്ടുണ്ടല്ലോ അവിടെ നിന്ന് പോന്നപ്പോൾ. അതുകൊണ്ടാണ്. അതല്ല, നമ്മൾ നേരത്തെ പോരുകയാണെങ്കിൽ ഇത്രയും വെയിലാവില്ല. അത് കുറച്ചും കൂടി സുഖമായിരിക്കും കയറാൻ വേണ്ടിയിട്ട്. 6 മണിക്കാണ് ജീപ്പ് സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം തന്നെ അങ്ങോട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വെയിലാവണേക്ക് മുമ്പേ നമുക്ക് മുകളിലെത്താൻ പറ്റൂട്ടോ. പക്ഷെ മുകളിലെത്തുമ്പോൾ നല്ല രസമാണ്. ഇവിടെയാണ് നമ്മൾ ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറി ഇവിടെ ഇരുന്ന് ധ്യാനിച്ചതൊക്കെ. അപ്പം നമുക്ക് ഇവിടെ കയറി ഇരുന്ന് വേണമെങ്കിൽ ധ്യാനിക്കാം. ഒരുപാട് നേരമൊന്നും ധ്യാനിക്കാൻ പറ്റില്ല, കാരണം ആൾക്കാർ ഉണ്ടായിരിക്കും കാണാനൊക്കെ. കുറച്ച് നേരമൊക്കെ ഇരുന്ന് നമുക്ക് പോരാൻ പറ്റും. പിന്നെ ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കല്ലിങ്ങനെ ഒന്നിന് മേലെ ഒന്നായിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. എന്തോ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനാണെന്നുള്ള എന്തൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ വടക്കുന്നാഥനിലുണ്ട് ഇങ്ങനെ ഈ പരിപാടി. അപ്പം അവിടെ അതാണ് പറയുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആണ് ഇങ്ങനെ കല്ല് കയറ്റി വെച്ചിരിക്കുന്നത്. ജുഗുനും അത് കണ്ടപ്പോൾ വെറുതെ 1-2 കല്ലൊക്കെ കയറ്റി എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാം കേട്ടോ. തിരിച്ചു പോരുമ്പോഴേക്കും ജുഗുനു നല്ല ഉറക്കാണ്. കുലുങ്ങി ഇരുന്ന് അവൻ ഉറങ്ങി. ഗൈസ്, അപ്പോൾ നമ്മൾ കുടജാദ്രി പോയി വന്നു. അവിടുന്ന് ഒരു ലോഡ് മണ്ണും കൊണ്ട് വന്ന് ഇവിടെ ഇറക്കി. അത് കഴിഞ്ഞ് നമ്മൾ മുരുടേശ്വറിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ടാക്സി വന്നിട്ടുണ്ട്. 4 o'clockനാണ്. നമ്മളിതേ ഇറങ്ങുകയാണ്. എല്ലാവരും റെഡിയായി പോവാണ്. അങ്ങനെ നമ്മൾ മുരുടേശ്വർ എത്തിയിട്ടോ. മുരുടേശ്വർ വന്നപ്പം ആദ്യം തോന്നിയ പ്രത്യേകത എന്താണെന്നറിയോ? മൂകാംബികയിലെത്തി 1.5 ദിവസമായിട്ട് നമ്മുടെ ഫോണിൽ നെറ്റൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കഷ്ടിച്ച് ഒരു കട്ട റേഞ്ചൊക്കെ ഉണ്ടാവും എന്നല്ലാണ്ട് നെറ്റൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. BSNL മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. മുരുടേശ്വർ പോകുന്ന വഴിയിലാണ് നമുക്ക് നെറ്റൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയത്. അതാണ് ഏറ്റവും ആദ്യം തോന്നിയിട്ടുള്ള പ്രത്യേകത കേട്ടോ. പിന്നെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ, അത് പറയാതിരിക്കാൻ വയ്യതാ. ഈ കാണുന്ന കൺസ്ട്രക്ഷനൊക്കെ ഗംഭീരമാണ്. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പ്രത്യേകിച്ച് ഈവനിങ് ടൈം, നമ്മൾ ഈവനിങ്ങിലേക്ക് വെച്ചതാണ് മുരുടേശ്വറിലേക്ക് വരികയാണത്. കാരണം ലൈറ്റൊക്കെ ഇട്ട് കാണാൻ വേണ്ടിയിട്ട്. ഈവനിങ്ങിൽ അടിപൊളിയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ലൈറ്റൊക്കെ വരും. ഇപ്പം നമ്മൾ വന്ന സമയത്ത് ലൈറ്റൊന്നും എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ കുടജാദ്രിയിൽ നിന്ന് ഇവിടെയുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നിയത്, കുടജാദ്രിയിൽ നമ്മൾ 4 ഭാഗത്ത് നോക്കിയാലും നമ്മുടെ മലയാളികളെ കാണാൻ പറ്റും കേട്ടോ. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ മലയാളികളാണ്. പക്ഷെ അത്രയ്ക്ക് അങ്ങനെ മലയാളികൾ മുരുടേശ്വറിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കമ്പയർ ടു നമ്മുടെ കുടജാദ്രി മലയാളികൾ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കി ഭാഷക്കാരാണ് കൂടുതലും ഇവിടെ ഉണ്ടായിരുന്നത്. ഈ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ബീച്ചിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് നോക്കുമ്പം കാണുന്ന ആ കടലിൻ്റെ വ്യൂ ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ പിന്നെ ഉള്ളിൽ കയറി തൊഴുതു.
ഇതാണ് നമ്മുടെ ശിവ സ്റ്റാച്ചു. ശിവ സ്റ്റാച്ചുവിലേക്ക് നമുക്ക് വേറെ വഴിക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് പോവാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ആ കണ്ടത്. ഇത് വഴിയാണ് നമ്മൾ ശിവ സ്റ്റാച്ചുവിലേക്ക് പോവുക കേട്ടോ. മുകളിലേക്ക് നടന്ന് കയറണം, കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. അമ്പലത്തിൽ തൊഴുത് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ ഈ ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുക. ഇതാണ് നമ്മൾ കയറി ചെന്നിട്ട് കാണുന്ന വ്യൂ. കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളിയാണ്, ഗംഭീര നിർമ്മാണം, ഗംഭീര സ്റ്റാച്ചു ആണ്, ഭയങ്കര രസമാണ്. ഇതൊരു ഗുഹ പോലത്തെ ഒരു സംഭവത്തിൻ്റെ മേലെയാണ് സ്റ്റാച്ചു ഇരിക്കുന്നത് കേട്ടോ, ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ബീച്ചിലേക്ക് പോയി. അവിടെ നിന്ന് ജുഗ്നു ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവൻ്റെ അടുത്ത് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത് തന്നെ ഹോട്ടലിൽ നിന്ന്. അപ്പം ഇത്രയും തന്നെ ഡിലേ വന്നപ്പം അവനാകെ വാശി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വേഗം അവനെ കൊണ്ട് ബീച്ചിലേക്ക് പോയി. പിന്നെ ബീച്ചിൽ കളിക്കാൻ വേണ്ടി ഇറക്കാണ്ടായി. ആ സമയമായപ്പോഴത്തേനും ഈ വേലി ഇറക്കത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ എപ്പോഴാണ് വേലി ഏറ്റവും ഉണ്ടാവുകയെന്ന് അറിയില്ല, അതുകൊണ്ട് അവരിങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മൾ മണ്ണിലൊക്കെ ഇരുന്ന് കളിച്ചു. കളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പാനിപ്പൂരി വിൽക്കുന്ന ഇഷ്ടം പോലെ കടകളുണ്ട്. പാനിപ്പൂരി കോഫിയൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് പാനിപ്പൂരിയൊക്കെ കഴിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന ടാക്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്, ലൈറ്റൊക്കെ ഇട്ട് കണ്ടോ, ഭയങ്കര രസമാണ് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ വേണ്ടിയിട്ട്. സ്റ്റാച്ചു ആണെങ്കിലും അമ്പലമാണെങ്കിലും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ പോയത്. ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ പോയി ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേ ദിവസം വൈകിട്ട് നമ്മളൊരു ഹോട്ടൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഇരുവുള്ള ഗോലിസോഡ അല്ലേ, ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ കൊടൈക്കനാലിലൊക്കെ കുറേ കുടിച്ചില്ല, നാട്ടിലും കുറേ കുടിച്ചില്ല, പക്ഷെ ഇരുവുള്ള ഗോലിസോഡ കുടിച്ചിട്ടില്ല. നല്ലൊരുണ്ട്. അച്ഛനും അമ്മയും ജുഗനും ഒക്കെ റൂമിൽ പോയി കേട്ടോ. നമ്മൾ ചെറിയൊരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നടന്ന് റൂമിൽ പോയി ഫ്രഷായി കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ നമ്മുടെ ഡേ 2.